ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ എപ്പോഴത്തെയും പോലെ തന്നെ രാവിലെ കിച്ചൺ ഡ്യൂട്ടി മുതലാണല്ലോ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇനിയിപ്പോൾ റമദാനൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. ആദ്യം തന്നെ ഞാൻ അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാള പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സവാളയും ക്യാപ്സിക്കൊക്കെ ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലോട്ട് ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ്, ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ചിക്കന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ചിക്കന് ഓയിലിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഇവിടെ ഏകദേശം ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചൊരു സ്പൈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വീണ്ടും ഈ ചിക്കനും വെജിറ്റബിൾസ് ഒക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് മറ്റേ സൈഡിൽ ഞാനിതാ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലോട്ടൊരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മൈദ നെയ്യിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് വെജിറ്റബിളും ചിക്കനും മൈദയും ഒക്കെ കൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് ചേർത്തിട്ട് ഇതുപോലെ ചൂടായി വരുന്തോറും ഈ ഒരു ഗ്രേവി ഇങ്ങനെ തിക്കായി വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലോട്ട് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സോയാ സോസും മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. പക്ഷേ ഈ കുരുമുളക് പൊടി ചേർക്കേണ്ടായിരുന്നു എന്ന് പിന്നെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി, കാരണം അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു ഈ ഒരു സ്നാക്ക്. പിന്നെ ഇതിങ്ങനെ തിക്കായി വന്നപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനും ഞാൻ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ചീസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഫില്ലിങ്സ് ഉണ്ടാവില്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് ഞാൻ റോൾ ചെയ്തെടുക്കുന്നത് പൊറോട്ടയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈയിടെ വാങ്ങിച്ച പുതിയ ഓയിൽ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഇത് നല്ല അടിപൊളി വർക്കിംഗ് ആണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. നമുക്കിതുപോലെ ദോശയും ചപ്പാത്തിയും റൊട്ടിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലൊക്കെ സ്പ്രേ ചെയ്യാൻ അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ഇങ്ങനെ ബ്രഷൊക്കെ വെച്ചിട്ട് തൂത്ത് കൊടുക്കാറല്ലേ, ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മൾ ഓവനിൽ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ സംഭവം. ഏകദേശം 200 ml ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി. റേറ്റ് 250 രൂപ എങ്ങാണ്ടൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്പ്രേ ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയുടെ സ്ക്രീനിൽ നിങ്ങൾ പ്രൊഡക്ട്സ് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൽ ടാഗ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ വാങ്ങിക്കാം. അങ്ങനെ പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷം അതിനുള്ളിലായിട്ട് ഞാൻ ഫില്ലിങ്സ് വെച്ചിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാനിവിടെ പൊറോട്ടയിലാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ ബ്രെഡിനകത്തോ ഒക്കെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. എന്നാണെങ്കിൽ ഈ ഒരു ഫില്ലിങ്സ് അടിപൊളിയാണ്. നമ്മൾ സാധാരണ ചെയ്യണതിൽ നിന്ന് കുറച്ച് വെറൈറ്റി അല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഈ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിയ പിന്നെ അനുനേഷു അടിയാണ് കേട്ടോ. ഓല് രണ്ടാളും ഇത് സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, കുട്ടികൾക്കാണെങ്കിലും ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നുണ്ട്. പിന്നെ ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. അതിനിടക്ക് സോനു വന്നപ്പോൾ ഓനിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓന് പൊറോട്ട ചുട്ട് തരുന്നുണ്ട്. ഞാൻ ഇടക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് റോൾ ചെയ്തെടുക്കണുണ്ട്. സോനിപ്പോൾ എന്താ പറഞ്ഞു എന്നുള്ളത് നൈഷാക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓളങ്ങനെ ചിരിക്കൂല, അപ്പം കരച്ചിൽ തുടങ്ങും.
ഈ പൊറോട്ട ചെറുതായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്യുമ്പോൾ അതിങ്ങനെ തുറന്നു പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തുറക്കാണ്ടിരിക്കാൻ ഞാൻ ഓരോന്നിനും മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് സെറ്റാക്കി കൊണ്ടുവരികയാണ്. എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെയ്ഷുക്കുട്ടിക്ക് ആ പിങ്ക് പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആനക്കുട്ടി കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റ് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നെയ്ഷുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്നു കേട്ടോ. നൈഷുക്കുട്ടി ഇനിയിപ്പോൾ കുറച്ച് സമയം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ആനക്കുട്ടി എന്തെങ്കിലും ഫുഡ് കഴിച്ച് അത് ഇഷ്ടപ്പെട്ടാലുള്ള എക്സ്പ്രഷൻ കാണാൻ നല്ല രസമാട്ടോ. എനിക്ക് ടോം ആൻഡ് ജെറിത്തെ ജെറി ഉണ്ടല്ലോ, ജെറിനെയാണ് ഓർമ്മ വന്നത്. കഴിക്കാൻ വരുന്നില്ല. നൈഷുക്കുട്ടി കരഞ്ഞ് തെറ്റിപ്പോയി റൂമിൽ കയറി കിടന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെന്ന് സോപ്പിട്ട് എടുത്തുകൊണ്ട് വന്നാലേ ഓള് വരുള്ളൂ. അങ്ങനെ തന്നെ നൈഷുമാൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടല്ലോ, ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിതിൽ എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഗ്രീൻ ചില്ലിയും ഒക്കെ ചേർത്തതുകൊണ്ട് എരിവ് കുറച്ച് അധികമായിരുന്നു കേട്ടോ. ഇത് കഴിക്കുമ്പോൾ കുട്ടിയുടെ ഒക്കെ നാവ് കണ്ടില്ലേ ഇങ്ങനെ എരിവ് കൊണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം, എരിവ് കുറച്ചോളാം. അപ്പോൾ സോനു പറയാം പക്ഷേ ഇതൊക്കെ ഇത്രയും എരിവിലും കൂടി ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെന്ന്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. നമ്മളെ നൈഷുക്കുട്ടി ചൂലും മുറൊക്കെ എടുത്തിട്ട് അടിച്ചു വരാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അനുക്കുട്ടി അവിടെ എല്ലാം അടുക്കി പെറുക്കുന്നുണ്ട്. സാധാരണ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ 3 മക്കളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് നൈഷുക്കുട്ടിക്ക് ഇതുപോലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്ത് വീട് അടുക്കി പെറുക്കി വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അനുക്കുട്ടിക്ക് അതല്ല, അനുവിന് ഇങ്ങനെ ചിത്രം വരക്കാനും എഴുതാനും കളറിങ്ങും പിന്നെ ഓരോ കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂലേ ക്രിയേറ്റീവായിട്ട് അങ്ങനെയൊക്കെ. പിന്നെ സോനുവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവും. ഓന് ആ ലാപ്ടോപ്പും തുറന്ന് വെച്ചിട്ട് അതിലെന്തെങ്കിലുമൊക്കെ വല്ല കാർ ഉണ്ടാക്കണതോ വല്ല വണ്ടികളുടെ വീഡിയോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതേപോലെ ഓരോ ക്രിയേറ്റീവായിട്ട് ഓരോന്നും ഉണ്ടാക്കും ചെയ്യും കേട്ടോ. ഞാനത് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ നൈഷുക്കുട്ടീൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നൈഷുക്കുട്ടി ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞാൽ ആ ഭാഗം നീറ്റായിട്ടുണ്ടാവും. നല്ല നീറ്റായിട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓൾ അത്യാവശ്യം എല്ലായിടവും കവർ ചെയ്യും കേട്ടോ. അടിച്ചു വാരണത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാറുണ്ട്. ഏതായാലും ജോലിയൊക്കെ കഴിഞ്ഞ് മക്കൾ ക്ഷീണിച്ചിരിക്കല്ലേ, എന്നാൽ പിന്നെ അവർക്കൊരു ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു, ഈ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുക. ഞാൻ വീഡിയോയിൽ അഗാറോൻ്റെ ഈ ഒരു പോർട്ടബിൾ ബ്ലെൻഡർ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാണ് വാങ്ങിക്കാൻ കിട്ടുക, ഇതെങ്ങനെയാണ് നല്ലതാന്നൊക്കെ. ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ പലപ്പോഴും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. എനിക്ക് എൻ്റെ ഡെയിലി ലൈഫിൽ ഇത്ര ഉപകാരമുള്ളൊരു സാധനം വേറെ ഇല്ല. കാരണം ആദ്യമൊക്കെ ഞാനിവിടെ ഫ്രൂട്ട്സ് വാങ്ങി വെക്കുമ്പോൾ അത് കുറേ അങ്ങനെ നോക്കും കേട്ടോ. കാരണം ഇവിടെ കാര്യമായിട്ട് നൈഷുക്കുട്ടി മാത്രമേ ഫ്രൂട്ട്സ് കഴിക്കുള്ളൂ. എനിക്കിങ്ങനെ അത് എടുത്ത് കഴിക്കണം അത്ര ഇഷ്ടമല്ല. അതേസമയം ജ്യൂസ് അടിച്ച് കുടിക്കാൻ എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ വാങ്ങി പിന്നെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ആക്കി കുടിക്കാറുണ്ട്. എപ്പോഴും അത് നമുക്ക് നല്ലതുമാണല്ലോ. മാത്രമല്ല യാത്രകളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്ക് പോണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാമല്ലോ. പോർട്ടബിൾ ബ്ലെൻഡറാണ്, നമ്മളിത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യണതാണ്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് എവിടുന്നാണ് വാങ്ങിക്കാൻ കിട്ടുകയെന്ന് ചോദിക്കരുത്. ഞാൻ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക, അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മുടെ വീഡിയോൻ്റെ ടൈറ്റിൽ എഴുതൂലേ, അവിടെ റീഡ് മോർ എന്ന് കാണൂലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ലഞ്ചിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു സിമ്പിൾ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വലിയ ജീരകവും കറിവേപ്പിൽ വറ്റൽ മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഇതിലോട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ്റെ മാരിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യണ പോലെ തന്നെ കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള, പച്ചമുളക്, ഒരു തക്കാളി എന്നിവ കട്ട് ചെയ്തെടുക്കുക.
കുറച്ച് മാത്രം ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു ചിക്കൻ റോസ്റ്റ് പോലെയൊക്കെയാണ് കേട്ടോ അതാക്കണത്. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. തലേ ദിവസം പൊരിച്ച ചിക്കനിൽ ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. തൈരൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലോട്ട് സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ ചിക്കനിൽ കിടന്ന് സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഈ തക്കാളിയും അതുപോലെ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഒരല്പം നെയ്യും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ബോട്ടിലിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഉരുക്കി ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതൊരു വെണ്ടക്ക തൈര് കറിയും കൂടെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വെണ്ടക്ക തൈര് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെണ്ടക്ക ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ കറി വെക്കാൻ വെണ്ടക്കൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായിട്ടൊക്കെ അല്ലേ കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെറിയ പീസായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. എങ്കിലാണ് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുക. അങ്ങനെ വെണ്ടക്കൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കുക. അപ്പോൾ ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ജീരകം എണ്ണയിലൊന്ന് വറവായി വരുമ്പോൾ ഞാൻ ഒരല്പം കായപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വെണ്ടക്ക നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ വെണ്ടയിലുള്ള ഒരു പശപ്പൊക്കെ പോയി നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന വരെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം ഇതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇനിയിപ്പോൾ ആ ചാറൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഞാനിതാ പപ്പടം കൂടെ പൊരിച്ചെടുക്കുകയാണ്. പപ്പടം പൊരിക്കുമ്പോൾ എന്നെപ്പോലെ കത്തി ഉപയോഗിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കത്തി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ആ പാനിൽ അങ്ങനെ ടച്ചാക്കൊന്നുമില്ല. ഇവിടെ 1 ഡസൻ പപ്പടക്കോലുണ്ട്. എന്നാലും എനിക്ക് കത്തിയാണ് കംഫർട്ടബിൾ. അപ്പോൾ എന്തിനാ 1 ഡസൻ പപ്പടക്കോല് വാങ്ങിച്ചത് നിങ്ങൾ വിചാരിക്കില്ലേ? അത് മുമ്പ് ഒരിക്കൽ ഞങ്ങൾ ടൂർ പോകാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ നമുക്ക് തിക്കൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇക്ക വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഈ പപ്പടക്കോല്. പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലോട്ട് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വെണ്ടക്ക തൈര് കറി. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ. പാത്രം കഴുകുമ്പോൾ സ്പീഡിലങ്ങോട്ട് ഓടിച്ചു വിടുമ്പോൾ നിങ്ങൾ വിചാരിക്കും എത്ര പെട്ടെന്ന് പാത്രം കഴുകി കഴിഞ്ഞെന്ന് അല്ലേ? എന്നാൽ സത്യം അതല്ല. ഞാനും നല്ലോണം സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പാത്രമൊക്കെ കഴുകി കഴിയാറ്. ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കളുടെയും കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഫോണിൽ കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫോൺ കൊടുത്തതായിരുന്നു 2 പേർക്കും കൂടെ. മക്കൾ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കാൻ ഇരിക്കണമെന്നുണ്ടെങ്കിലും എന്തോ എനിക്ക് അവരെൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ 2 ആൾക്കും കൂടെ വാരി കൊടുക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. സോന് പിന്നെ രാവിലെ തന്നെ ഫുഡും കൂടെ കഴിക്കാണ്ട് കാര്യമായിട്ടൊരു പണിയിലിരുന്നു കേട്ടോ. അത് ഏറെക്കുറെ സെറ്റ് ആയിക്കണെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ ഊതിക്കൊണ്ട് വരുന്നത്. എന്താന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം.
എത്ര കഷ്ടപ്പെട്ടിട്ടേ ഈറാക്കില്ലേ ഉണ്ടാക്കിയത് തന്നെ ഉണ്ടാവും. കാരണം അത്രയും ചെറിയ സാധനം അത്രയും കഷ്ടപ്പെട്ട് സമയമെടുത്ത് ദേഷ്യം പിടിച്ചു ഓൻ എന്താ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരണോ. ഇതാ ഈ വണ്ടിയുടെ ബാക്കിലുള്ള ഈ എന്താ പെട്രോള് ഒക്കെ വാങ്ങിക്കണ ഒരു ബോട്ടിലും അതിൻ്റെ കാരിയറുമാണ് കേട്ടോ. അത്രയും കുഞ്ഞു സാധനമാണ്, ഒരുപാട് സമയം എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അതേപോലെ ഇതാ ഈ വണ്ടിയുടെ മുകളിലുള്ള കാരിയർ ഉണ്ടല്ലോ, ഇതും ഓൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഇതൊക്കെ. ഈ കാരിയർ വണ്ടിയുടെ മുകളിൽ കറക്റ്റ് ഫിക്സ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഓൻ ആ വണ്ടിയുടെ അകത്തൊരു കാന്തം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാന്തം ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ഫിക്സ് ആയിട്ട് കിടക്കും. പിന്നെ അതാ അതിനകത്ത് കുറച്ച് ബോക്സും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒരു ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതും ഇപ്പോൾ ഈയിടെ ഓന് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുട്ടികൾക്ക് ഫോൺ കാണിച്ച് ഫുഡ് എടുക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ എപ്പോഴും സ്കൂളൊക്കെ തന്നെയല്ലേ, ഈ വീക്കെൻഡിലല്ലേ ഓലും ഒന്ന് ഫ്രീ ആവുള്ളൂ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഫുഡ് കൊടുക്കുമ്പോൾ ഫോണായിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് കൂട്ടാൻ കൊടുത്താലും ഓല് കഴിച്ചോളും. അതല്ലാന്നുണ്ടെങ്കിൽ ആ വെണ്ടക്ക കറിക്ക് കുറ്റം ഉണ്ടാവും, ചിക്കൻ ഫ്രൈക്ക് കുറ്റം ഉണ്ടാവും, പിന്നെ ചോറ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട വരില്ല. സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു അടവല്ലാണ്ട് ഒരു രക്ഷയില്ല. എന്താ ഇന്നത്തെ ലഞ്ച് സിമ്പിളായിരുന്നു എന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും ചോറിൻ്റെ കൂടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വെണ്ടക്ക തൈര് കറിയും ചിക്കൻ റോസ്റ്റും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് അല്ലേ. ആദ്യത്തെ എങ്ങനെയായിരുന്നു അറിയ വണ്ടി, ഇതിപ്പോ എങ്ങനെയല്ലേ, നല്ല രസമല്ലേ കാണാന്. ആദ്യത്തെ എങ്ങനെയായിരുന്നു നോക്കിക്കോട്ടോ. ആദ്യത്തെ ഇങ്ങനെ 2 വണ്ടികളായിരുന്നു, ഇങ്ങനത്തെ 2 വണ്ടികൾ. ഡിജിറ്റൽ പെയിന്റിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സ്കൂളിൽ നിന്ന് മത്സരത്തിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇതുവരെ തേടൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ലാപ്ടോപ്പൊക്കെ ശരിയാക്കി കൊടുത്തുന്ന പിന്നെ അത് ഓന് നന്നായിട്ട് പഠിച്ചോട്ടെ, അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഓനിപ്പോഴും ഓൻ്റെ ഇഷ്ടങ്ങൾക്ക് പുറകെയാണ് കേട്ടോ. പിന്നെ ഡിജിറ്റൽ പെയിന്റിംഗ് ഒന്നും ഓന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുമാത്രമല്ല ഫുഡിൽ കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ നടത്താനും ഓനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഓൻ്റെ പരീക്ഷണങ്ങളൊന്നും ഇതുവരെ പാളിപ്പോയിട്ടില്ല. ഇന്നിപ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടെ കിച്ചണ് കൈയടക്കിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ രണ്ടാളും കൂടെ കിച്ചണിൽ കാര്യമായിട്ട് പുഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ലാപ്ടോപ്പിൽ അനുക്കുട്ടി റെസിപ്പി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്, സോനുട്ടി അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാഷ്നട്ടും ഈത്തപ്പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു രണ്ടാളും കൂടിയിട്ട് ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. സോനത്തിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഏക ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഓൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ കിച്ചൺ നല്ല നീറ്റാക്കിയിട്ട് കേട്ടോ. തുറന്ന അങ്ങനെ സോനും മണിക്കുട്ടിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ഷമ നശിച്ചിട്ട് ഓരോന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. എന്താണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ സോനുട്ടി അങ്ങനെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളല്ല, ഓനക്ക് കുക്കിങ്ങിലും കുറച്ചൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് ആ ഒരു വൃത്തിക്ക് തന്നെ ഉണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കണേ.